ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. മടുത്തു എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയാറില്ലേ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ മടുത്തു, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയാറില്ലേ. ഇവിടെ എന്താ റിയാലിറ്റിയിൽ നടക്കുന്നത്? നമ്മളൊരു കയറ് ചുരുട്ടിയിട്ട് കയ്യിലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ എത്ര സ്ട്രെങ്ത്തിൽ വലിച്ചു പിടിക്കുന്നോ അത്രയും സ്ട്രെങ്ത്തിൽ നമ്മളെ കൈ ഹേർട്ടായി, മുറിവായി, പിന്നെ ഭയങ്കര സ്ട്രെയിൻ ആവുകയല്ലേ ചെയ്യുക. നമ്മളത് കയറ് ലൂസാക്കി വിടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ കൈ ഹേർട്ടാവില്ല. ഇതുപോലെയാണ് പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ മുറുകെ പിടിച്ച് നമ്മളത് വേണ്ട, റിബൽ ചെയ്ത് നമ്മളത് വേണ്ട എന്ന് വെക്കും തോറും, റിജക്ഷൻ കാണിക്കും തോറും ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി വരും. ഇവിടെയാണ് ജീസസ് അല്ലെങ്കിൽ ബുദ്ധൻ ഇവരൊക്കെ പറയുന്ന ഒരു സഹനം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന അവേർഷൻ എന്നൊക്കെ പറയുന്ന തിയറി വർക്കാവുന്നത്. നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സാഹചര്യത്തിലും, എല്ലാ പ്രശ്നങ്ങളുള്ളപ്പോഴും, പ്രശ്നമില്ലാത്ത സമയത്തൊക്കെ നമ്മളൊരു അവയർനെസ് കൊടുക്കുകയാണ്, ഒരു ബോധം നമ്മളതിൽ കൊടുക്കുക. എന്താ, ഞാനിപ്പോൾ പ്രശ്നത്തിലാണ്, ഇത് സോൾവ് ആവും, ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമല്ല. ആ ഒരു തിരിച്ചറിവ്, ഇപ്പം എൻ്റെ കാലിലൊരു മുറിവുണ്ട്, അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം, ആ ഒരു സഹനമില്ലേ, ഞാൻ ആ ഒരു ക്ഷമയോടെ നമ്മൾ ആ പ്രശ്നത്തെ നോക്കിക്കാണുന്നതും ആ ഒരു അവയർനെസ് നമ്മളത് കൊടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴികളില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു തീവ്രതയില്ലേ, അത് വളരെ കുറയുന്നതായിട്ടും, പ്രശ്നങ്ങളുള്ള സ്റ്റേജ് കുറഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത സ്റ്റേജ് നമ്മളെ ലൈഫിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.